Genesis chapter 12 verses 1-2 down. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തന്റെ ഭാര്യയായ സാറായെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് 10 വലിയ പ്രതീക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങി. ജെയിംസ് ബ്രദർ പറഞ്ഞ സാക്ഷ്യമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട് ഇതിൽ. ദേശത്ത് ക്ഷാമമുണ്ടായി. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ പോകാൻ പോകുന്ന ദേശത്ത് ക്ഷാമമുണ്ടായി. Hallelujah. There was a great famine in that land എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട്, കഠിനമായ ക്ഷാമമായതുകൊണ്ട് അബ്രാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. ഓക്കെ, അപ്പോൾ പോകുന്ന ദേശത്ത് ആരംഭത്തിൽ കേട്ടതുപോലെയല്ല യാത്ര തിരിച്ചപ്പോൾ ക്ഷാമം കഠിനമായി. 13-ാം അധ്യായം 1-ാം വാക്യം, 12-ലാണിത്, 13-ാം. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. ദൈവത്തിന്റെ വിളി കേട്ട് അബ്രഹാം ഇറങ്ങി. പോകാനിരിക്കുന്ന ദേശം നോക്കിയപ്പോൾ കഠിനമായ ക്ഷാമമായി. പക്ഷേ ഒരധ്യായം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് വെള്ളിയും പൊന്നിലും കന്നുകാലിയും ആടും മാടും സകലത്തിലും അബ്രഹാം ബഹുസമ്പന്നനായി. ഹല്ലേലൂയ. ഒത്തുവരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 26:3 പറയുന്നു, നീതീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ അവൻ എത്ര വലിയ പ്രതിസന്ധികളിലും സമാധാനത്തോടെ ദൈവം അവനെ കാക്കുന്നു. അന്ന് വായിച്ചേ, നല്ല സൂപ്പർ മെസ്സേജാണ്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. സ്ഥിരമാനസൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, ദൈവത്തിൻ്റെ വചനം മാത്രം വിശ്വസിച്ച്, സാഹചര്യങ്ങൾ എങ്ങനെ വന്നാലും ഞാൻ സുരക്ഷിതനാണെന്ന് വിശ്വസിക്കുന്നവൻ അവന് സ്വസ്ഥതയുണ്ടാകും. ഹല്ലേലൂയ. സാഹചര്യങ്ങളൊന്നും അവനെ ഒരു തരത്തിലും ബാധിക്കത്തില്ല. ജെയിംസ് ബ്രദർ പറഞ്ഞതുപോലെ 2026 ആരംഭത്തിൽ കേട്ടതുമല്ല ജീവിതത്തിൽ സംഭവിച്ചത്, പക്ഷെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷാമമൊന്നും ഇവിടുത്തെ ഒരു പ്രയാസവും യഥാർത്ഥമായി ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവഭയത്തിനെ ബാധിക്കത്തില്ല, ബാധിക്കരുത്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങി. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിയപ്പോൾ ക്ഷാമമായതുകൊണ്ട് അബ്രഹാം തിരിച്ചു പോയില്ല. അവൻ വീണ്ടും കിഴക്കോട്ട് യാത്ര തുടർന്നു എന്നാണ് വാക്യം. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പം എനിക്ക് സാഹചര്യത്തെ നോക്കേണ്ട കാര്യമില്ല. എന്നെ വിളിച്ചിറക്കിയപ്പോഴേ ദൈവം എന്നോട് പറഞ്ഞു, യു ആർ ബ്ലെസ്ഡ്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ൽ പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് മാത്രമല്ല, നീ ഒരു അനുഗ്രഹമാകും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ
അനുഗ്രഹമായിട്ടാണ് അബ്രഹാം യാത്ര തിരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ കാര്യമോ എന്നുള്ളതാണ്. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ അനേകർക്ക് സംശയമുള്ള ഒരു വാക്യം. എഫേസ്യൻ ചാപ്റ്റർ 1:3. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്നെ, എങ്ങനെ എഴുതിയിരിക്കുന്നത്? നമ്മെന്നാ എന്നെന്നാ നിങ്ങളെന്നാ? അതിലാരൊക്കെ പെടും? രക്ഷിക്കപ്പെട്ട സകലരും, എൻ്റെ മുന്നിലിരിക്കുന്നവരും ലൈവിൽ കാണുന്നവരും ഒരു കാര്യം അറിയുക, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചത് എപ്പോ? നീ എന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു ആ നിമിഷം. യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച നിമിഷം ആ ബ്ലെസ്സിങ്സ് മുഴുവനും നിൻ്റെതായി. ഹല്ലേലൂയ. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഇരക്കുന്നതല്ല, യാചിക്കുന്നതല്ല. മക്കളാണെന്നുള്ളൊരു അവയർനെസ് വരണമെങ്കിൽ ജെയിംസ് ബ്രദർ പറഞ്ഞ പോലെ പല സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സഭയിലുള്ളത് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെട്ടത് സ്വർഗമല്ല, നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ആദാം പാപം ചെയ്തപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത്, മനുഷ്യന് നഷ്ടപ്പെട്ടത് സ്വർഗമൊന്നുമല്ല. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് അതിനേക്കാൾ വലുത് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ വിഷയം. ദൈവം എവിടെ ഉണ്ട് അവിടെ ഞാനുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം നരകത്തിലല്ല, നിങ്ങൾക്ക് നന്നായിട്ടാണ്. അപ്പൊ നമ്മളുടെ വിഷയം ഒരു സ്വർഗം. നമ്മൾ ഇസ്രായേൽ ജനത്തെ പോലെ പാലും തേനും കവിഞ്ഞൊഴുകുന്ന ദേശം മാത്രം സ്വപ്നം കാണുന്നവരല്ല. നമ്മളെ വിളിച്ചത് പാലും തേനും കവിഞ്ഞൊഴുകുന്ന ദേശത്ത് സുഖമായി ജീവിക്കാനല്ല. ദൈവം എന്തിനാണ് എന്നെ വിളിച്ചത്? ആ വിളി പൂർത്തീകരിപ്പാനാണ്. ഹല്ലേലൂയ. അപ്പൊ പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് എൻ്റെ ലക്ഷ്യം തെറ്റിച്ചിട്ട് എൻ്റെ ആഗ്രഹത്തെ മാറ്റി ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് പ്രവർത്തിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ പ്രശ്നമുണ്ടാകുമെന്നുള്ളത് ശത്രുവിന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് സംസാരിച്ച സബ്ജക്റ്റ് എത്ര പേര് കേട്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്നതിൻ്റെ 2-ാം ഭാഗം ലൈവിലുണ്ട്, അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. പിലാത്തോസിന്റെ മുന്നിൽ മൗനമായി നിൽക്കുന്ന ഒരു യേശു. അപ്പൊ യേശു കർത്താവ് മൗനമായി നിന്നാൽ അതിൻ്റെ അർത്ഥം യേശു കർത്താവ് വീക്കായി പോയി, തെറ്റുകാരനായി പോയി, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് എന്നുള്ളതല്ല. യേശു കർത്താവ് പിലാത്തോസിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും സർവശക്തനായി തന്നെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ സംസാരിക്കാത്തത് കൊണ്ട് ആള് കുറഞ്ഞു പോയി, ആള് ക്ഷീണിച്ചു, ആൾക്ക് ഒന്നും മറുപടിയില്ലാതെയായി അല്ല. യേശു കർത്താവ് വാ തുറന്നാൽ പിന്നെ പിലാത്തോസ് ഇല്ല. ഹല്ലേലൂയ. കാരണം പിലാത്തോസിനെ യേശു കർത്താവിനെ ഒന്ന് മിണ്ടിക്കണം, എന്നിട്ട് തൻ്റെ പവറാണ് കൂടുതൽ, അതുകൊണ്ട് നീ എൻ്റെ കീഴിലാണെന്ന് സമർത്ഥിക്കണം. അത്രേ പിലാത്തോസിന് കാര്യമുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിറകിൽ ശത്രുവിനൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഈ മൗനമായി നിൽക്കുന്ന യേശു അല്ല ഒരു 3 ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്നത്. അപ്പൊ നിന്റെ സൈലൻസ് ശത്രുവിന് ഡേഞ്ചറാണ്. നീ മൗനമായിട്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം നീ തീരാൻ പോവുകയല്ല. നിന്റെ ഇന്നത്തെ നിന്നോടല്ല ലൈഫ്, നിനക്കൊരു നല്ല നാളെ വരുന്നുണ്ട്. കാരണം ഇന്ന് ഞാൻ കുഞ്ഞാടായത് കൊണ്ടാണ് നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്.
യേശു കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് അധികാരം തന്നത് കൊണ്ടാണ് നീ ഇതൊക്കെ സംസാരിക്കുന്നത്. അവിടുന്ന് അധികാരം തന്നില്ലായിരുന്നെങ്കിൽ നീ ഒരു ചുക്കുമട ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇനി ഞാനൊന്ന് വിളിച്ചാൽ, എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാൻ ഞാൻ ഇവിടുന്ന് ഒന്ന് വിളിച്ചാൽ 72,000 ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങും. പിന്നെ നീയുമില്ല, നിന്റെ രാജ്യവുമില്ല, സകലതുമില്ല. പക്ഷെ ഞാനത് ചെയ്യത്തില്ല. കാരണം ഈ ഒരു സമയത്തിനാണ് ഞാനും ഒരുങ്ങിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ചത് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുക. കാരണം ഞാൻ വന്നത് നിന്നോട് മറുപടി പറയാനല്ല, ഞാൻ വന്നത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനാണ്. ഹല്ലേലൂയ. എനിക്കിപ്പോൾ നിന്നോട് ഇവിടെ ആർഗ്യുമെന്റ് നടത്തി ജയിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്നത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നെക്കുറിച്ച് അത് പൂർത്തീകരിക്കാനാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൻ്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ എൻ്റെ വീട് എന്തുകൊണ്ട് പൂർത്തീകരിച്ചില്ല, ഞാൻ ആഗ്രഹിച്ച സ്ഥലം എന്തുകൊണ്ട് ഞാൻ വാങ്ങിയില്ല, എനിക്ക് എന്തുകൊണ്ട് ആ സീറ്റ് കിട്ടിയില്ല, എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ബിസിനസ് തകർന്നത്, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് കൂടുതൽ. അപ്പൊ ചിലർ പറഞ്ഞു ഇത് ആത്മീയ അനുഗ്രഹമാണ്, ഭൗതികമല്ല. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇത് ആത്മീയ അനുഗ്രഹങ്ങളാൽ, സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അതിൽ കാളയും പോത്തും പശുവൊന്നും വരത്തില്ലെന്ന് പറയുന്ന വിശ്വാസികളുണ്ട്. അതിനാണ് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നത്. ഇവിടെ ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയം തന്നെയാണ്. പക്ഷെ നീ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടാൽ ഭൗതികത്തിൽ നീ ദരിദ്രനാകത്തില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് അബ്രഹാം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അതിനുശേഷം ബൈബിൾ എഴുതിയിരിക്കുന്നത്, അതിനുശേഷം അബ്രഹാം ചിരിച്ചു, അബ്രഹാം റോർ ചെയ്തു, അബ്രഹാം വീണു, അബ്രഹാം ഉരുണ്ടു, അബ്രഹാം അന്യഭാഷയിൽ സംസാരിച്ചു, അബ്രഹാം രോഗികളെ സൗഖ്യമാക്കി, അബ്രഹാം ഭൂതങ്ങളെ പുറത്താക്കി. അങ്ങനെ ആത്മീയ അനുഗ്രഹം അബ്രഹാമിനുണ്ടായി എന്നല്ല ബൈബിൾ എഴുതിയത്. സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാം പുറത്തിറങ്ങിയപ്പോൾ അവൻ ബഹുസമ്പന്നനായി. ആടുകൾ, മാടുകൾ, വെള്ളി, സ്വർണം ഇതൊന്നും ആത്മീയമല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഇതിലെല്ലാം അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോഴേ ദൈവം ഒരു കാര്യം പ്രൊനൗൺസ് ചെയ്തു, യു ആർ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. അബ്രഹാമിനെ മെസൊപ്പൊത്താമിയയിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് വിളിച്ച ദൈവം അബ്രഹാമിലേക്ക്, ആദാമിലേക്ക് ശ്വാസമൂതിയതുപോലെ, ജീവിതത്തിനുള്ള ദേഹിയായി തീർന്നതുപോലെ അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിനോട് ബ്ലെസ്സിങ് ഊതി. ആ ബ്ലെസ്സിങ്സ് തൻ്റെ യാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞു. അബ്രഹാം 24-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ എൻ്റെ യജമാനനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് ഇന്ന് ഏറ്റവും വലിയ ആമേൻ പണക്കാരനായി സമൃദ്ധിയുള്ളവനായി എൻ്റെ യജമാനൻ മാറി എന്നാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ വിളിച്ച ദൈവത്തിൻ്റെ ലെവലിൽ ദൈവം തന്നെ ഉയർത്തിയിരിക്കും. അതാണ് മെസ്സേജ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. ബുധനാഴ്ച തിരുവനന്തപുരത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് പലരും ചോദിച്ചു. ഞാനതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾ കരയാനല്ല രക്ഷിക്കപ്പെട്ടത്. 1. 2, ഞങ്ങൾ ചിരിക്കുന്നതിൻ്റെ കാര്യം, ഇതൊരു വോക്കൽ ലാഫ്റ്റർ ആണെങ്കിൽ ഇതൊരു ഇന്നർ ജോയിയുടെ മാനിഫെസ്റ്റേഷനാണ് വോക്കൽ ജോയ്. അങ്ങനെ പറഞ്ഞാൽ ലാഫ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ അകത്തുള്ള സന്തോഷത്തെ പുറത്ത് പ്രകടിപ്പിക്കുന്നതാണ് ഹോളി ലാഫ്റ്റർ. അകത്ത് സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ എന്ത് കാരണമുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി, ഞാൻ എൻ്റെ ബുദ്ധിക്ക് കാണാത്തത്, എൻ്റെ കണ്ണിന് കാണാത്തത്, ബുദ്ധിക്ക് ഗ്രഹിക്കാത്തത് എൻ്റെ ആത്മാവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ ലാഫ്റ്റർ എൻ്റെ വായാണ് ഉപയോഗിക്കുന്നെങ്കിലും ചിരിക്കുന്നത് എൻ്റെ ആത്മാവാണ്. കാരണം എൻ്റെ സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് എൻ്റെ ആത്മാവിൻ്റെ കണ്ണിന് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കാണണം. കാരണം വിശ്വാസം അന്ധവിശ്വാസമാകരുത്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് കണ്ണില്ല എന്ന് തന്നെയാണ്.
ഹല്ലേലൂയ. പക്ഷെ വിശ്വാസം കാണും. വിശ്വാസമുള്ളത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഞാൻ എന്താഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് ഒരു ഉറപ്പ് എനിക്ക് ഉണ്ടാകണം. അത് നിന്റെ ബിസിനസ്സിനെ കുറിച്ചായാലും, നിന്റെ ജോലിയെക്കുറിച്ചായാലും, നിന്റെ ആരോഗ്യത്തെക്കുറിച്ചായാലും നിനക്കൊരു വിശ്വാസം ഉണ്ടാകണം. ഇന്ന് ഞാൻ സൗഖ്യമായിട്ടേ മടങ്ങത്തുള്ളൂ, ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടേ പുറത്തു വരത്തുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണണം, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണണം. യെസ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുമ്പോൾ ആരംഭത്തിൽ മനസ്സിലായതല്ല പിന്നത്തേത് മനസ്സിലാക്കുന്നത്. ഡേ ബൈ ഡേ വരുമ്പോൾ നമ്മൾ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമുക്ക് വർധനവുണ്ടാകും. ഹല്ലേലൂയ. ഇപ്പൊ യാക്കോബിന്റെ ലേഖനം 2:23 അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2:23 2:23 എഴുതിയിരിക്കുകയാണ്. അബ്രഹാം ദൈവം ഭയങ്കര കമ്പനിയായി. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും, കാരണം ദൈവത്തെ ആരംഭത്തിൽ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയ ആ ഒരു ലെവലിൽ നിന്ന് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തുള്ള വിശ്വാസമല്ല എനിക്ക്. മേഴ്സി സിസ്റ്റർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മേഴ്സി സിസ്റ്റർ പരിപൂർണ്ണ സൗഖ്യമായി ഇവിടുന്ന് ഓടിച്ചിട്ടേ വിടൂ എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ പരസ്യമായിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ അടുത്ത് പോലും പോകാതെ ഞാൻ അവിടെ വിടുവിച്ചത്. ഹല്ലേലൂയ. കാരണം ആരംഭത്തെക്കാൾ ദൈവമായിട്ടൊരു അറിവിൽ നമുക്ക് വർധനവുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരുന്നത്. അടുത്തത്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു. അബ്രഹാമിന് നീതീകരിക്കപ്പെടണമെങ്കിൽ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കണം. നമ്മൾ നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടണം. നമ്മൾ വിശ്വസിച്ചുകൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്, നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് നീതീകരിക്കപ്പെട്ടത്. പക്ഷെ അബ്രഹാം പഴയ നിയമമായതുകൊണ്ട് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതുകൊണ്ട് ദൈവം തന്നെ നീതീകരിച്ചു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. കാരണം അബ്രഹാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വെള്ളിയും പൊന്നിയൊന്നും അല്ലായിരുന്നു. അബ്രഹാമിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ സ്നേഹിതനാകണമെന്നായിരുന്നു. അപ്പൊ പിന്നെ വെള്ളിയും പൊന്നിയും അത് ഓഫറാ. ഹല്ലേലൂയ. വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ടോർച്ചും മിക്സിയും ഫ്രീ കിട്ടില്ലേ? നിന്റെ ലക്ഷ്യം ദൈവമായിട്ടുള്ള ഇൻറ്റിമസി ആണെങ്കിൽ ബാക്കിയുള്ള നിന്റെ പിറകെ വരും. ഹല്ലേലൂയ. ശലോമോൻ ഒരിക്കലും പണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. താൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾ ദൈവം കൂടെ കൊടുത്തപ്പോൾ, അന്ന് വരെയുള്ളതിൽ ഏറ്റവും ധനവാനും, ഇനി ധനവാൻ ഒരിക്കൽ ഒരു ലോകത്തിലും ഇതുപോലൊരു ധനവാൻ ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ദൈവം ധനവാനാക്കി മാറ്റി. ആ ശലോമോനെ ധനവാനാക്കിയ ദൈവമാണ് ഇന്ന് എൻ്റെ ദൈവം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നെന്ന് എനിക്കറിയത്തില്ല. ആ ശലോമോനെ ധനവാനാക്കിയ ദൈവമാണ് എൻ്റെ ദൈവം. അങ്ങനെയാണെങ്കിൽ അംബാനിയും അദാനിയും അല്ല ഇവിടുത്തെ വലിയ പുള്ളി, ഞാനും നിങ്ങളുമാണ്. ഇത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. യെസ്, ശക്തിയോടെ ഒന്നുകൂടെ. കാരണം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, അവൻ ബഹുസമ്പന്നനായി, ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള പേർ പ്രാപിച്ചു. എൻ്റെ വിഷയം ഇവിടെ ഒന്നുമല്ല. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇവിടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നതിന് ഹെബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ബറഖ് എന്നാണ്. എന്ന് പറയാം, ബറഖ്. ഇച്ചിരി ശക്തിയോടെ പറഞ്ഞേ. ബറഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ത് ഒന്നിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതായി തീരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കാരണം ദൈവം ഒരു ചക്കക്കുരു കയ്യിലെടുത്താൽ ദൈവം ആഗ്രഹിക്കുന്നത് മുഴുവനും മാങ്ങ നിറഞ്ഞിരിക്കുന്ന, മാമ്പഴം നിറഞ്ഞിരിക്കുന്ന ഒരു മരത്തെ അല്ല, ഒരു മാവിനെ അല്ല ദൈവം അതിൽ കാണുന്നത്. മുഴുവൻ ചക്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്ലാവും പ്ലാവിൻ്റെ തോട്ടവുമാണ് ദൈവം അതിൽ കാണുന്നത്.
അപ്പൊ ആ ചക്കക്കുരുവിനെ ദൈവം കയ്യിലെടുത്തിട്ട് പറയുകയാണ് ബ്ലസ്ഡ് ബറക് എന്ന് പറഞ്ഞാൽ ആ ചക്കക്കുരുവിൽ ദൈവം എന്ത് പ്രതീക്ഷിച്ചു അത് ആ ചക്കക്കുരുവിൽ നിന്നുണ്ടാകും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ വാട്ട് ഹി എക്സ്പെക്ടഡ് ഫ്രം യു, വാട്ട് ഹി ക്രിയേറ്റഡ് യു ആൻഡ് യു വിൽ ബിക്കം ദാറ്റ്, വാട്ട് ഹി ഇന്റൻഡഡ് യു ആൻഡ് യു വിൽ ബിക്കം ദാറ്റ്. നീ അതുപോലെ ആയിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട കൂട്ടത്തിൽ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. ഞാൻ സ്നാനപ്പെട്ട കൂട്ടത്തിൽ എൻ്റെ കൂടെ പലരും സ്നാനപ്പെട്ടു. അവർ കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് വിശ്വാസത്തിലുണ്ട്, കുറേ പേര് വിശ്വാസത്തിലില്ല. പലരും പലയിടത്തേക്ക് ചിതറിപ്പോയി. കുറേ പേരെ കുറിച്ച് എനിക്ക് അറിവില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയുമായി നിൽക്കുന്നു. മറ്റുള്ളവരെ കുറിച്ച് എനിക്കറിയത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം, മേനോനോട് ദൈവത്തിന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഹിന്ദുവിൽ മാർഗത്ത് നിന്ന് വന്നത് കൊണ്ടാണോ ഇങ്ങനെ ദൈവം ഒരു ഫേവർ കാണിക്കുന്നത്? അല്ല. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം വിശ്വാസികളായിരിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ വരാനുള്ള കാരണം എന്താ? 1992 രക്ഷിക്കപ്പെട്ട ഞാൻ 1998 എത്തിയപ്പോഴേക്കും 100 കണക്കിന് ആൾക്കാരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞു. ഹല്ലേലൂയ. 6 വർഷങ്ങൾ കൊണ്ട് ഞാൻ 100 കണക്കിന് വ്യക്തികളെ സ്നാനപ്പെടുത്തി. അപ്പൊ എൻ്റെ കൂടെ ഉള്ളവരെ വിളിച്ചില്ല, എന്നെ വിളിച്ചു. ഈ വിളിച്ചവരുമുണ്ട്, തെരഞ്ഞെടുത്തവരുമുണ്ട്. അപ്പൊ എൻ്റെ ഒരു സംശയം, അതിൻ്റെ മെസ്സേജ് വരുന്നേ ഉള്ളൂ, എന്നെ വിളിച്ചതാണോ എന്നെ തെരഞ്ഞെടുത്തതാണോ? അത് ദൈവമല്ല തീരുമാനിക്കേണ്ടത്, അവനവൻ തീരുമാനിക്കണം. എന്നെ വിളിച്ചതല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് എടുത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ വെറുതെ വിളിച്ചതാണോ അതോ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ. പലരുടെയും ക്വസ്റ്റ്യൻ്റെ ഒരു മറുപടി അത്. അപ്പം ഞാൻ ഈ സ്റ്റേജിൽ വരാനുള്ള കാരണം, ദൈവം എന്നെ വിളിച്ചത് എന്നെ ഒരു വിശ്വാസിയെ ഒരു സഭയിൽ കൊണ്ടുപോയി വാഴിച്ചിരുത്താനല്ല, ഒരു പുണ്യാളനായിട്ട് ഇരുത്താനല്ല എന്നെ ദൈവം വിളിച്ചത്. എന്നെ ദൈവം വിളിച്ചത്, എന്നിൽ നിന്ന് ദൈവം എന്ത് കണ്ടു അത് ഞാൻ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനാ എൻ്റെ മേൽ അഭിഷേകം, അതിനാ നിങ്ങളുടെ മേൽ അഭിഷേകം. ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത്, യേശു കർത്താവിനെ ദൈവം പ്രതീക്ഷിച്ചത് എന്ത്? 30 വയസ്സ് വരെ യേശു കർത്താവിനെ കുറിച്ച് എന്ത് പ്രതീക്ഷിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല. 30-ാമത്തെ വയസ്സിൽ സ്നാപയോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് കരയ്ക്ക് കയറി പ്രാർത്ഥിക്കുമ്പോൾ പ്രാവെന്ന ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നിറങ്ങി. അതിലൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന. ഒരൊറ്റ വേട് കേട്ടതോടുകൂടെ യേശു കർത്താവിനെ കുറിച്ച് ചെയ്തിരിക്കുന്ന അവന്റെ പ്രവൃത്തി തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് യേശുവിൽ വന്നതും ഒരു പദ്ധതിക്കാണെങ്കിൽ, എന്നിലും നിങ്ങളും വന്നത് ചിരിക്കാനും കുരയ്ക്കാനും കരയാനൊന്നും അല്ല. പരിശുദ്ധാത്മാവ് വരുന്നത് ദൈവത്തിന്റെ വൻ പദ്ധതി എന്നിലൂടെ നിങ്ങളെ നിവർത്തീകരിക്കാനാണ്. കൈകണ്ടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻ പദ്ധതി എന്നിലൂടെ നിങ്ങളുടെ നിവർത്തീകരിക്കാൻ. യേശു കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, പീഡിതരെ വിടുവിച്ചയപ്പാൻ, ബന്ധിതരെ കെട്ടഴിച്ച് വിടുവിക്കുവാൻ അവന്റെ അഭിഷേകം എൻ്റെ മേലുണ്ട്, അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ജയിലിൽ കടന്ന ഈ മനുഷ്യനെ ഞാൻ ജയിലിൽ പോയി കണ്ടില്ല. പക്ഷെ ഇവിടെ വെച്ച് ഞാൻ അഴിച്ചാൽ ആ പ്രസംഗത്തിന്റെ ശക്തി ആമേൻ ജയിലിന്റെ അകത്തേക്ക് കയറി. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരണ്ട, നിങ്ങളുടെ ബന്ധനത്തെ ഇവിടെ വെച്ച് ഒരാഴ്ചയായിട്ട് അനങ്ങാൻ കഴിയാതെ, വീട്ടിൽ നിന്ന് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ കഴിയാതെ
ഹോസ്പിറ്റലിലേക്ക് പോലും കഴിയാതിരിക്കുന്ന മേഴ്സിയെ നാളെ ഡോക്ടർ തിരിച്ചു ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് സ്കാനിങ് എടുക്കാൻ വേണ്ടി. വലിയ ഡോക്ടറുടെ അടുക്കിലേക്ക് റെഫർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ബന്ധിക്കാനൊരു ശത്രുവുണ്ട്. തൃശ്ശൂരിൽ ബന്ധിക്കാനൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനോട് ഞാൻ പറയട്ടെ, അഴിക്കാൻ അഭിഷേകനുമുണ്ട്. ബന്ധിക്കാൻ ഇവിടെ ഒരു ശത്രു ഉണ്ടെങ്കിൽ അഴിക്കാൻ ഇവിടെ അഭിഷേകമുള്ളവരുണ്ട്. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അത് ഞാനാണെന്ന് ഉറപ്പുള്ളവർ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. യെസ്. എനിക്കതറിയാത്തോടത്തോളം കാലം മേഴ്സി ബന്ധനത്തിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോ മേഴ്സിയുടെ ബന്ധനത്തെ ഞാൻ അഴിച്ചു. ഇനി അടുത്ത് ഇതുപോലുള്ള മെസ്സേജ് കേട്ടാൽ മേഴ്സിയുടെ ബന്ധനത്തെ മേഴ്സി അയക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇനി ഒരു എക്സിനെയും വൈനെയും കാത്തിരിക്കത്തില്ല. നിങ്ങളെ ബന്ധിച്ചാൽ വചനം നിങ്ങളെ വിടുവിക്കും. യേശു കർത്താവ് പ്രത്യേകിച്ച് ആരെയും പോയി വിടുവിക്കുകയല്ല ചെയ്തത്. യേശു കർത്താവിനെ കുറിച്ച് ലൂക്കോസ് 4:18 തുടങ്ങുന്നത് അവൻ ബന്ധിതരോട് പ്രസംഗിച്ചെന്ന പ്രസാദ വർഷം പ്രസംഗിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ ജയിൽ കിടക്കുന്ന വ്യക്തികളോട് പോയിട്ട് ജയിൽ തുറന്നു കിടപ്പുണ്ട്, നിങ്ങൾ ഇവിടെ കിടക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പുറത്തു പോകാമെന്ന് യേശു കർത്താവ് പ്രസംഗിച്ചെന്ന്. ഹല്ലേലൂയ. ഞാൻ ബന്ധനത്തിലിരിക്കേണ്ട വ്യക്തിയല്ല, ഞാൻ പറന്ന് നടക്കേണ്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ ദാരിദ്ര്യത്തിൽ കഴിയേണ്ട വ്യക്തിയല്ല, ഞാൻ സമൃദ്ധിയിൽ കഴിയേണ്ട വ്യക്തിയാണ്. ഞാൻ രോഗത്തിൽ കഴിയേണ്ട വ്യക്തിയല്ല, ഞാൻ ആരോഗ്യത്തിൽ കഴിയേണ്ട വ്യക്തിയാണ്. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ, ആമേൻ. യേശു വന്നത് അതിനാ, യേശു വന്നത് അതിനാ. യേശു കൊണ്ടുവന്നതിൽ ഒന്നും കുറയാതെ. യേശു കർത്താവ് സഹിച്ചത് അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്രൈഡേ യേശുവിന് വേണ്ടി അല്ലായിരുന്നു, ഒരു ഗുഡ് ഫ്രൈഡേ എനിക്ക് വേണ്ടി ആയിരുന്നത് കൊണ്ടാണ് ഈ വെള്ളിയാഴ്ചയെ ദുഃഖവെള്ളി എന്ന് പറയാതെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. യേശു കർത്താവ് മരിച്ചത് യേശു കർത്താവിനായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒരു ദുഃഖവെള്ളിയാണ്, കാരണം യേശു കർത്താവ് മരിച്ചു. പക്ഷെ എനിക്കിതൊരു ദുഃഖവെള്ളിയല്ല, എനിക്കൊരു ഗുഡ് ഫ്രൈഡേ ആയത് യേശു മരിച്ചത് എനിക്ക് വേണ്ടി ആയതുകൊണ്ടാണ്. ഇതിന്റെ ഗുണം എനിക്കായത് കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് ഗുഡ് ഫ്രൈഡേ. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇറ്റ് ഇസ് എ ഗുഡ് ഫ്രൈഡേ, ഇറ്റ്സ് എ ഗുഡ് ഫ്രൈഡേ. കാരണം ആ ഒരു ഗുഡ് ഫ്രൈഡേ ആണ് എനിക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും പല സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമുക്ക് പലപ്പോഴും സ്ട്രഗിൾ വരുമ്പോഴും നമുക്ക് വലിയ പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ തോന്നാറുണ്ട് ദൈവം എന്നെ കൈവിട്ടതാണ്, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇതായത്, ഇല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞ് ശരിയാ, ദൈവത്തെ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല, കണ്ടില്ലേ പണ്ടിങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പിശാച് നമ്മളോട് പറയും നീ സത്യത്തിൽ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു തോന്നൽ വരും ശരിയാ. പക്ഷെ ഞാനൊരു കാര്യം പറയാം. പിശാച് വിചാരിച്ചിരിക്കുന്നത് പെയിൻ ഇല്ലാതെ ഗെയിൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് പിശാച്. ഹല്ലേലൂയ. പിശാചിന്റെ രീതി അങ്ങനെയാണ്. നോ പെയിൻ, നമ്മൾ പറയും നോ പെയിൻ നോ ഗെയിൻ. അത് നമ്മൾ പറയുന്നത്, ദൈവത്തിന്റെ പദ്ധതി അതാ. പക്ഷെ പിശാച് ഒരു കംഫർട്ട് സ്റ്റൈലിലാണ് അവൻ പറയുന്നത്. അവൻ പെയിനെ കുറിച്ച് പറയത്തില്ല. അവൻ പെയിൻ ഇല്ലാതെയാണ് കംഫർട്ട് എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞ് തിരിച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വെള്ളിയാഴ്ച ഒരു കുരിശുണ്ടെങ്കിൽ ഞായറാഴ്ച നിനക്ക് ഒരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ നോ ക്രോസ് നോ റിസറക്ഷൻ. ഇഫ് ദർ ഈസ് എ ക്രോസ് ദർ ഈസ് എ റിസറക്ഷൻ. ഈ കുരിശിലൂടെ അല്ലാതെ ക്രോസിലൂടെ അല്ലാതെ നിനക്ക് ഒരു ഉയർപ്പ് പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രയാസത്തിലൂടെ പോകുകയാണെങ്കിൽ ഒരു കാര്യം, ഒരച്ഛൻ സാജു അച്ഛൻ പാടിയ ഒരു പാട്ടുണ്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു വ്യാധിയും അമ്മയെ സൗഖ്യമാക്കാതിരുന്നിട്ടില്ല. കൈലടിച്ച ദൈവത്തെ സ്തുതിച്ചേ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല.
രണ്ട് സഹോദരന്മാർ പള്ളി പോയപ്പോ തോരാത്ത മഴ, ഇപ്പോഴത്തെ സീസണല്ലേ, തോരാത്ത മഴ. ഒരാൾക്ക് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം വെയിറ്റ് ചെയ്യണം, മഴ പോയിട്ട് തോർന്നിട്ട് പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ സർവീസ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾ വരുമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അങ്ങനെ പ്രയാസപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ വല്ല വെള്ളക്കെട്ടുമായി വല്ല പ്രയാസം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. പക്ഷേ ഈ ഞായറാഴ്ച അത് ചെയ്തില്ല. അതിൻ്റെ കാരണം ഈ വെള്ളക്കെട്ടും മഴയും എപ്പോഴും കാണത്തില്ല. ഇത് സീസൺ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ സീസൺ, എന്നെ കേൾക്കുന്നവരുടെ സീസൺ മാറും. നിന്റെ ദാരിദ്ര്യത്തിന്റെ സീസൺ മാറും, നിന്റെ രോഗത്തിന്റെ സീസൺ മാറും, നിന്റെ ബന്ധനത്തിന്റെ സീസൺ മാറും, നിന്റെ തോൽവിയുടെ സീസൺ മാറും, നിന്റെ കുടുംബത്തിലെ കലഹത്തിന്റെ സീസൺ മാറും. ആമേ, ഇത് മാറിക്കൊണ്ടേയിരിക്കും യേശുവിന്റെ നാമത്തിൽ. ആമേ, ഭൂമി സൂര്യനെ ചുറ്റുന്നത് പോലെ ആമേ സീസൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആമേ, നല്ലത് കാണുക, നല്ലത് കാണുക, നല്ലത് കാണുക, നല്ലത് കാണുക, നല്ലത് കാണുക. അപ്പൊ ഈ ഒരു സഹോദരന് വലിയ കുഴപ്പമൊന്നുമില്ല, മഴ മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ മറ്റേ സഹോദരന് ഭയങ്കര അസ്വസ്ഥത. അദ്ദേഹം എന്തൊക്കെ പെനാത്തിക്കൊണ്ടിരിപ്പുണ്ട്, പിച്ചും പേയും പറയുന്നുണ്ട്. സാജു അച്ഛൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഇതെന്തോ ഒരു നശിച്ച മഴ, ഇത് മഴയെ പ്രാഗിക്കൊണ്ടിരിക്കുക. അവൾ അപ്പോഴേ പറഞ്ഞതാ ഇന്ന് പോണ്ടാന്ന്. ഇന്നിപ്പോ ഈ കുർബാനയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആകാശം ഇടിഞ്ഞു വീഴുമായിരുന്നു, ഞാൻ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മറ്റേ സഹോദരൻ പറഞ്ഞു, സഹോദര, നിങ്ങളിങ്ങനെ വെപ്രാളപ്പെടാതെ, ഈ ഭൂമി ഉണ്ടായതിനു ശേഷം ഇതുവരെയും ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഇച്ചിരി സഹിക്ക്. ഹല്ലേലൂയ. ഒരു മഴയും ഭൂമി ഉണ്ടായതിനു ശേഷം ഇതുവരെയും തോരാതിരുന്നിട്ടില്ല, മഴ തോരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അദ്ദേഹം ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സാജു അച്ഛൻ 36 റേഡിയേഷൻ കഴിഞ്ഞു, വേദനയുണ്ട്. ആ സമയത്ത് ഏതൊരു ബുക്കിൽ ആരോ എഴുതിയ ഒരു സംഭവമാണ്, ഇങ്ങനൊരു സംഭവം പള്ളിയിൽ ഉണ്ടായി, പള്ളിയിലുള്ള ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം മറ്റേ ആൾ സമാധാനിപ്പിച്ചത് ഒരു മഴയും ഇതുവരെ തോരാതിരുന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം പാടി, ആ സമയത്താണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. വീട്ടിൽ മകൾക്ക് ഭൂതത്തിൻ്റെ ഉപദ്രവം ഉണ്ടായത് കൊണ്ടാണ് കനാനിയ സ്ത്രീക്ക് യേശുവായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നമുക്ക് ഓരോ അസ്വസ്ഥതകളാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ വരാനുള്ള കാരണം. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതനൊരുക്കുന്നതാ. എത്ര കറക്റ്റാ? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു, ഒരു നോവും മാറാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം അബ്രാഹാമിനോട് ബറക്ക്, അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ട് നീ ഇറങ്ങുമ്പോൾ ഒരു ക്ഷാമവും നിന്നെ ബാധിക്കത്തില്ല. നീ പോകുന്ന പോക്കിൽ കല്ലും പ്രയാസങ്ങളും പ്രതിസന്ധികളും, പക്ഷെ നിന്റെ പാദം ഇടറാത്തത് ഈ ബ്ലെസ്സിങ് കാരണമാണ്. അതിന് ദൈവം ബ്ലെസ്സഡ് എന്ന് പറഞ്ഞാൽ നീ എന്തായി തീരണം അത് നീയാകും. അതിനി നരകം മൊത്തം എഴുന്നേറ്റാലും, ലൂസിഫർ ഏജന്റ് മൊത്തം എഴുന്നേറ്റ് നിന്റെ മുന്നിൽ കൊഞ്ഞനം കാണിച്ചാലും അതിന്റെ മധ്യത്തിലൂടെ നീ നടക്കും. യേശുവിന്റെ നാമത്തിൽ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. ദൈവം നിന്നോടാണ് ഇടപെടുന്നെങ്കിൽ ആമേ, ആമേ. ബന്ധുക്കാരുടെ ഇടയിൽ കളിയാക്കുന്നവരുടെ ഇടയിൽ പലപ്പോഴും ഞാൻ സൈലന്റ് ആകുന്നത് പിശാചേ സംസാരിക്കാൻ വാക്കുകളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഒന്ന്, നീ മറുപടി അർഹിക്കുന്നില്ല, അത് വേറെ കാര്യം. എൻ്റെ പദ്ധതി യെരുശലേമിലെ ആലയത്തിൻ്റെ മതിൽ വീണ് കിടക്കുകയാണ്. ഞാനിവിടെ വന്നത് തോബിയത്തിനോടും സല്ലബത്തോനോടും സല്ലപിക്കാനുമല്ല, ശണ്ടയിടാനുമല്ല. ഹല്ലേലൂയ. ഞാൻ വന്നത് മതിൽ പണിയാനാണ്.
നെഹമ്യാവിൻ്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്. നെഹമ്യാവിൻ്റെ ലക്ഷ്യം മതിൽ പണിയുക. ചുറ്റും കുറുക്കൻ ചാടിയാൽ മതിൽ വീഴും, തള്ളിയാൽ മതിൽ തീർന്ന്, ഇത് പണി തീർക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള നിരാശപ്പെടുത്തുന്ന വചനത്തിൻ്റെയും വാക്കുകളുടെ ഇടയിലൂടെ ഞാൻ പണി തീർത്തു. 52-ാമത്തെ ദിവസം ഞാൻ മതിൽ തീർത്തു. ദൈവത്തിന്റെ വലിയ നിന്നെ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കത്തില്ലെന്ന് ശത്രു പറയുമ്പോൾ, ദൈവം ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നീ കിടന്നു കൊടുക്കുമ്പോൾ നിനക്ക് ഷേപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, നിനക്ക് ഷേപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. നീ അത് വിശ്വസിച്ചോ? ആമേൻ, ആമേൻ. ദൈവം പണി നിർത്തിയിട്ടില്ല. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത പണി, ആമേൻ, ആമേൻ, രാത്രിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിന്റെ കയ്യിലെ ഒരു കലമോ ചട്ടിയോ എനിക്ക് അറിയത്തില്ല, പക്ഷെ നിനക്ക് ദൈവം ആമേൻ ഷേപ്പ് വരുത്തിക്കൊണ്ടിരിക്കുക. അല്പം വേദനയും അല്പം കഷ്ടതയൊക്കെ ഉണ്ട്. അതിന്റെ കാരണം നീ അവന്റെ ചക്രത്തിൽ കടന്നു ഉരുളുകയാണ്. നീ അവന്റെ ചക്രത്തിൽ കടന്നു. ശത്രു പുറത്തു നിന്ന് കൈകൊട്ടുമ്പോൾ നീ ഇരുന്ന് കരയും, നീ മതിയെന്ന് പറയും. ദൈവം നിർത്തത്തില്ല. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒരു തീയിലേക്ക് ഇടുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിനാണ് ചൂള. പക്ഷെ ഒരൊറ്റ കാര്യം, നെബൂഖദ്നേസറേ 7 ഇരട്ടി നിന്റെ തീ വർദ്ധിപ്പിച്ചപ്പോഴും ദൈവപുരുഷന്മാർ അതിന്റെ മധ്യത്തിൽ ആമേൻ, 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 അവൻ ആരാധിച്ചൊരു ചരിത്രം ബൈബിളിലുണ്ട്. ഇന്ന് പകൽക്കാലം ആമേൻ, 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 ആമേൻ. പലപ്പോഴും നീ തീർന്നു എന്ന് ചിന്തിച്ച നാളുകളുണ്ട്, നീ അവസാനിച്ചു എന്ന് പറഞ്ഞ നാളുകളുണ്ട്, ദൈവം നിന്നെ കൈവിട്ടെന്ന് തോന്നിയ നാളുകളുണ്ട്, ഇനി എന്തിനാണെന്ന് ചോദിച്ചതുണ്ട്, ചത്താ മതിയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്, നീ തീർന്നെന്ന് ധരിച്ചതാണ്, നാളെ നേരം പുലരത്തില്ലെന്നും ധരിച്ചതാണ്. പക്ഷെ ഇതിൻ്റെ മധ്യത്തിൽ ഇന്ന് നീ സന്തോഷത്തോടെ ഇരിക്കുന്നതിൻ്റെ കാര്യം, നിന്റെ സീസൺ മാറിയതും ദൈവം നിന്റെ സീസണെ മാറ്റിയതുമാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ അനുഭവങ്ങൾ നീ തീർന്നു എന്ന് ശത്രു നിന്റെ ചെവിയിൽ 2 ചെവിയിലും വിളിച്ചു പറഞ്ഞു. നീ തീർന്നു, നീ അസ്തമിച്ചു, നീ അവസാനിച്ചു. പക്ഷെ ഇതാ നീ നിൽക്കുന്നു, നീ ഇതാ നിൽക്കുന്നേ. നമ്മൾ വിചാരിച്ചു രക്ഷിക്കപ്പെടാത്തതിൻ്റെ മുമ്പേ മക്കൾക്ക് വിഷം കൊടുത്ത് കൊന്നിട്ട് മരിക്കാമെന്ന് വിചാരിച്ചവർ ഇതിൻ്റെ മുമ്പിലിരിപ്പുണ്ട്. അപ്പം നമുക്ക് പറയാം അത് രക്ഷിക്കപ്പെടാത്തതിൻ്റെ മുമ്പേ. പക്ഷെ രക്ഷിക്കപ്പെട്ട ഞങ്ങൾക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും കഴിച്ച് ചത്താലോ എന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ടവരോടാണ് പറയുന്നത്, സ്വാഭാവികം. കാരണം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പ്രശ്നമുണ്ട്. പ്രശ്നം മാറത്തില്ല, ഞാൻ മാറി. I don't expect my problem will change, but I'll change. ആര് പറഞ്ഞു പ്രശ്നം മാറണമെന്ന്? പ്രശ്നം അവിടെ ഇരിക്കട്ടെ. ഇവിടെ മാറേണ്ടത് പ്രശ്നമല്ല, മാറേണ്ടത് ഞാനാ. എൻ്റെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്, എൻ്റെ മനോഭാവമാണ് മാറേണ്ടത്, എൻ്റെ മനസ്ഥിതിയാണ് മാറേണ്ടത്, ഞാനാണ് മാറേണ്ടത്. നീ എന്തിനാ മാറേണ്ടത്? മാറേണ്ടത് ഞാനാ. എന്തിനാ നീ മാറേണ്ടത്? ഞാൻ മാറിയാൽ പലതും മാറും, അല്ലെങ്കിൽ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മാറിയത് കൊണ്ടാണ് മേഴ്സിയുടെ ബന്ധനത്തെ ഞാൻ മാറ്റിയത്. നിന്നെ ദൈവം മാറ്റും, അനേകരെ മാറ്റുവാൻ, ഈ പട്ടണത്തെ മാറ്റുവാൻ, ഈ പട്ടണത്തിന്റെ മുഖച്ഛായ മാറ്റുവാൻ. എന്തിനധികം ഇവിടുത്തെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വരെ നീ മാറ്റും. ഗവൺമെന്റിനാകെ ചെയ്യാൻ കഴിയുന്നത് ക്യാമ്പുകൾ ഒരുക്കാനാ.
നിന്നെ ദൈവം മാറ്റുന്നത് ക്യാമ്പുകളെ കാലിയാക്കുവാനാണ്. ചില സെൻട്രിക് ആണെന്നൊക്കെ തോന്നും, കുഴപ്പമില്ല. നീ എന്തായി തീരണം എന്ന് നിന്റെ സൗന്ദര്യവും കഴിവും ടാലൻറ്റും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും ഇതൊന്നും കണ്ടിട്ടല്ല ദൈവം തീരുമാനിക്കുന്നത്. നിരീക്ഷിക്കപ്പെട്ട ആ നിമിഷം നീ ഒരു വെറും വിത്തായപ്പോൾ ദൈവം ഉൽപ്പത്തി പുസ്തകം 1:22 ദൈവം എന്തിനെ സൃഷ്ടിച്ചാലും ദൈവം ബറക്ക് ഒരു വേർഡുണ്ട്. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. ദൈവം ഓരോന്നിനെയും സൃഷ്ടിച്ചിട്ട് ദൈവം അതിനോട് പറഞ്ഞു ബറക്ക്. അപ്പൊ എന്ത് സംഭവിച്ചു? വർദ്ധിച്ചു 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 ഏറ്റവും പെരുകി പെരുത്തു വർദ്ധിച്ചു. ഇതായിരിക്കും നിന്നോടുള്ള ദൈവത്തിന്റെ ബറക്ക്. ആമേ. സമുദ്രത്തിൽ മത്സ്യങ്ങളും ആമേ പുറത്ത് പറവകളും ഇതുപോലെ വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചു. നീ ചുരുങ്ങി 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 ശൃംഗായി വരികയല്ല, നീ വർദ്ധിച്ചു 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 വരും. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഒന്നിനെ സൃഷ്ടിച്ചാൽ ആദ്യം ദൈവം ഇതിനെ ചെയ്യുന്നത് ടെസ്റ്റ് ഓക്കെ എന്നുള്ള സ്റ്റിക്കർ അടിച്ചു വിടുകയല്ല ചെയ്യുന്നത്. ദൈവം പണി കഴിഞ്ഞാൽ ബറക്ക്. നീ എങ്ങനെ തലകുത്തി പോയാലും നീ അവിടെ എത്തും. അത് ഈ ബറക്ക് നിന്നെ അവിടെ എത്തിക്കും. ഈ ബറക്ക് എന്ന് പറഞ്ഞൊരു ഫോഴ്സാ. നിന്നെ ചെറുതായി നീ കാണല്ലേ. അനേകർക്ക് നിന്നെ ചെറുതായി കാണാം. അവർ നിന്നെ വാക്കുകൊണ്ട് നിന്നെ തളർത്തും. കാരണം അവർക്ക് നിന്റെ മൈൻഡിനെ തൊടാം, അവർക്ക് നിന്റെ ശരീരത്തെ തൊടാം, അവർക്ക് നിന്റെ വഴികളെ ബ്ലോക്കാക്കാം. പക്ഷെ നിന്റെ ആത്മാവിനെ തൊടാൻ ലോകത്തിൽ ഒരുത്തനും കഴിയത്തില്ല. ആമേൻ. ഒരു വാക്ക് കൊണ്ട് നിന്റെ മനസ്സിനെ തളർത്താനേ കഴിയത്തുള്ളൂ. നിന്റെ അകത്തുള്ള പവറിനെ തൊടാൻ ലോകത്തിൽ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല. ഇല്ല 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 ഇല്ല. പൗലോസിനെ ഒതുക്കാൻ നോക്കി, അപ്പോസ്തലന്മാരെ ഒതുക്കാൻ നോക്കി, അവരെ ജയിലിലിട്ടു. ഇതൊക്കെ ഞങ്ങളുടെ ശരീരത്തെ നിനക്ക് പൂട്ടാൻ കഴിയത്തുള്ളൂ, ആത്മാവിനെ പൂട്ടാൻ കഴിയത്തില്ല. കാര്യം എന്താ? ബറക്ക് ബറക്ക്. രക്ഷിക്കപ്പെട്ട ഉടനെ തമ്പുരാൻ ബറക്ക്. നീ എങ്ങനെ തലകുത്തിപ്പോയാലും നിനക്കൊരു സേഫ് ലാൻഡിങ് ഉണ്ട്. ആടി ആടിയാണെങ്കിലും നീ നിലം തൊടും നിലം തൊടും നിലം തൊടും നിലം തൊടും നിലം തൊടും നിലം തൊടും. അതുകൊണ്ടാ പറഞ്ഞത്, നീ തൊടുന്ന എല്ലാറ്റിലും യഹോവ നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നീ ഒരു അനുഗ്രഹമാകും. നീ അകത്ത് വന്നാൽ അനുഗ്രഹം, നീ പുറത്തു പോയാൽ അനുഗ്രഹം. ഒരു വഴിയായി ശത്രു വരും, 7 വഴിയായി ഓടി പോകും. നീ വാലല്ല, നീ തലയാ. കാരണം ബറക്ക് ബറക്ക് ബറക്ക്. പിന്നെ ഞങ്ങളുടെ ജോലി എന്താ? ഞങ്ങളുടെ ജോലി പറയാം. അപ്പൊ എല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ബറക്ക് കൊണ്ടല്ലേ? യെസ്. പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്? അല്ല,
ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുകയല്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷം ഇതിനെ തടയാനൊരു ചെകുത്താൻ എഴുന്നേക്കും. നീ ചിലപ്പോൾ തള്ളിയാ പോകാത്ത, ഞങ്ങൾ തള്ളിയാ പോകും. ഇതിനാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അവൻ ചിലരെ ചിലരാക്കിയില്ല, അവൻ ചിലരെ അപ്പോസ്തലന്മാരാക്കി. എല്ലാരെയും അപ്പോസ്തലന്മാരാക്കിയില്ല, ചിലരെ പ്രവാചകന്മാരാക്കി. അതുകൊണ്ടാണ് ആമേൻ ജീവൻ രാജനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. കാരണം ഞാൻ ചെയ്യുന്ന അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയത്തില്ല, അദ്ദേഹം ചെയ്ത് ഞാനിങ്ങ് ചെയ്യത്തില്ല. കാരണം ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ടല്ലേ? എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയത്തില്ല, അതോറിറ്റിയിൽ വ്യത്യാസമുണ്ട്. പാട്ടുകാരൻ ഇതൊന്നും അറിഞ്ഞിട്ട് പാടിയതല്ല. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാഴ്ചവെളിയിലത്രേ തന്നീടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വല്ലം. ഈ ഒന്നിനും മുട്ടില്ലാതെ തരാനുള്ള കാരണം എന്തറിയോ? തരുന്നതല്ല, എടുക്കുകയാണ്. കാരണം ബറക്ക്, പിന്നെ എടുക്കുകയാ. ദൈവം നിന്നെ വിളിച്ച് ആ രക്ഷിക്കപ്പെട്ട സമയത്ത് നീ പോകുമ്പോൾ ദൈവം പറയും ബറക്ക് പോ. അപ്പൊ നീ പോകുന്ന സ്ഥലത്ത് ഈ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിനക്ക് കുറേ വീട്, കുറേ കാറ്, കുറേ പണം അല്ല. നീ പോകുന്നിടത്തൊക്കെ നിന്റെ ആവശ്യത്തിനനുസരിച്ച് സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായി വരും. നീ EMI അടച്ച് മുടിയത്തില്ല. അവൻ നീ പോകുന്നിടത്തെല്ലാം വെളിച്ചം വീശും. നീ പോകുന്നിടത്ത് ഇരുട്ട് കാണത്തില്ല. അതിന്റെ പേരാ പ്രോസ്പിരിറ്റി. എനിക്കത് മതി, എനിക്കത് മതി, എനിക്കത് മതിയേ. വന്നിട്ടും ഇപ്പോഴും അഡ്മിഷൻ കിട്ടാതെ കറങ്ങുന്ന കൊച്ചുങ്ങളുണ്ട്. അവരുടെ പ്രോസ്പിരിറ്റി കാറും വീടും അല്ല, അവരുടെ പ്രോസ്പിരിറ്റി നല്ല അവർ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷനാ. ഹല്ലേലൂയ. പരീക്ഷ എഴുതിയ കൊച്ചിൻ്റെ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ബൈക്കല്ല, അവൻ്റെ ഏറ്റവും വലിയ പ്രോസ്പിരിറ്റി അവന് നല്ല മാർക്കാണ്. അപ്പോൾ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരുത്തനും ഒരു പ്രത്യേക ഒരു മീനിങ് ഇട്ട് വിളിക്കാൻ പറ്റത്തില്ല. ക്യാൻസറായി കിടക്കുന്നവൻ്റെ പ്രോസ്പിരിറ്റി അവന് സൗഖ്യമാണെങ്കിൽ, ദാരിദ്ര്യത്തിൽ കിടക്കുന്നവന് അവൻ്റെ പ്രോസ്പിരിറ്റി അവൻ്റെ സമൃദ്ധി തന്നെ, അതിന് ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. കം ഓൺ. ഗോഡ് ബറക്ക്, ബറക്ക്, ബറക്ക്. നീ പോകുന്നിടത്തെല്ലാം പച്ചപ്പാ. നീ പച്ചപ്പ് ഉണ്ടാക്കണ്ട, പച്ചപ്പ് നോക്കിപ്പോണ്ട. ലോത്തിനെ പോലെ. ലോത്ത് പച്ചപ്പ് നീരോട്ടമുള്ള സ്ഥലം അന്വേഷിച്ച് പോയ പോലെ അബ്രഹാം പോയില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എന്നെ നോക്ക്. അത് നിനക്ക് അവൻ പോയ പോലെ പോണ്ട കാര്യമില്ല. നീ കാണുന്നത് നിന്റേതാ. നീ കാണുന്നത് നിന്റെയാ. ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ബറക്ക് എന്ന് പറഞ്ഞത്, ദൈവം നിന്നോട് പറഞ്ഞതാ. പ്രൊനൗൺസ് ചെയ്ത്, ബ്ലസ് ചെയ്ത്, ബെനഡിക്ഷൻ തന്ന്, ഇൻവോക്ക് ചെയ്ത് നിന്നെ അയച്ചതാ. ഇനി നീ പോകുന്നിടത്ത് ലൂസിഫറിന്റെ ഫലമല്ല കായ്ക്കുന്നത്, ദൈവത്തിന്റെ ഫലമാണ് കായ്ക്കുന്നത്. ഇനി നീ പോകുന്നിടത്ത്, കാരണം അകത്തെന്ത് വിത്ത് അതിന്റെ ഫലമല്ലേ വരൂ. റൈച്ചിയസ്നസിന്റെ വിത്താണ് അകത്ത് കിടപ്പുന്നുണ്ടെങ്കിൽ ആമേ നിനക്ക് ഫലം വരുന്നത് ലൂസിഫറിൻ്റെതല്ല. ദാരിദ്ര്യം ലൂസിഫറിന്റെ, കണ്ണുനീർ ലൂസിഫറിന്റെ, കഷ്ടത ലൂസിഫറിന്റെ, രോഗം ലൂസിഫറിന്റെ. ഞാനെന്തിനതിനെ പേറ്റി കൊണ്ടുപോകുന്നേ? ഇത് പേരുടെ കാര്യം എനിക്കില്ലല്ലോ. സമൃദ്ധി ദൈവത്തിന്റെ, ആരോഗ്യം ദൈവത്തിന്റെ, മനസമാധാനം ദൈവത്തിന്റെ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് സമാധാനം തരാം. ഞാൻ എന്തിനാ കിടന്ന് കരയുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രസംഗം ചെയ്യാറില്ല കർത്താവേ. നിങ്ങളെ കൊതിപ്പിക്കാൻ ആ വാക്യം മാത്രം വായിച്ചിട്ട് പോട്ടെ.
സങ്കീർത്തനം 2:4. സങ്കീർത്തനം 37 ദാവീദ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ കുഞ്ഞായിരുന്നു, ഞാൻ വൃദ്ധനായി, പക്ഷേ എൻ്റെ ഈ ഇത്രയും പ്രായത്തിനിടയിൽ നീതിമാന്റെ തലമുറ, തുണിയല്ല തുണയില്ലാതിരിക്കുന്നതും ആഹാരം യാചിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ? ബറക്ക്. മുറുകെ പിടിച്ചോ. ഒരു നേരത്തിന് ഭക്ഷണമില്ലാത്ത ഒരു വിശ്വാസി ഇതിൻ്റെ അകത്തുണ്ടാകത്തില്ല. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. രണ്ടും ഒന്നാണ്. ചിരിക്കാനുള്ള കാരണം എന്തെന്നോ? നടക്കൂല എന്ന് പറഞ്ഞ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവരുണ്ടല്ലോ, ഞാൻ അവരെ പരിഹസിക്കുന്നു, എന്നിട്ട് ഞാൻ ചിരിക്കുന്നു. എന്നിട്ട് പറയും, കണ്ടാ, നീ കണ്ടിട്ട് ചിരിക്കും, ഞാൻ കാണാതെ ചിരിക്കും. കാണാതെ ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് അവരെ പരിഹസിക്കുന്നത് എന്തിനെന്നോ? കർത്താവ് ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ദൈവം ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടക്കാതിരിക്കാൻ പിശാച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പിശാചിൻ്റെ പ്ലാനുകളും കഷ്ടപ്പാടും നമ്മളെ ഒതുക്കാൻ നിൽക്കുന്ന അവൻ്റെ തന്ത്രങ്ങളെയും കാണുമ്പോൾ സ്വർഗം നോക്കി ഒരൊറ്റ ചെറിയ അതിൻ്റെ കാര്യം എന്താ അറിയോ? എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആലോചിക്ക്. ദൈവം സ്വർഗത്തിലിരിക്കുന്ന ചിരിക്കുന്നതിൻ്റെ കാര്യം, ഇപ്പൊ കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന പിശാച് തോറ്റുപോകുന്ന സമയത്ത് ദൈവത്തിന് നിന്റെ നാളെ ഇന്നറിയാം. നിന്റെ ഇന്നത്തെ നിനക്കറിയത്തുള്ളൂ, നിന്റെ ഇന്നലെയും നീ അറിയും. പക്ഷെ ദൈവത്തിന് നിന്റെ നാളെ അറിയാം. ആ അറിയുന്ന ദൈവം നിന്റെ അകത്തുണ്ട്. അതാ സ്പിരിറ്റ്. അതാ വിശുദ്ധനായ പൗലോസ് പറഞ്ഞത്. ഒരു സൺഡേ വന്നില്ലേലെന്ന, ഒരു സൺഡേ നടത്തിയില്ലെന്ന, 3 സൺഡേക്ക് ഒരുമിച്ചാ തന്നിരിക്കുന്നത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ശത്രുവിൻ്റെ പദ്ധതി പൊളിഞ്ഞു പോയി. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ബറക്കുണ്ട്. ജയിലിൽ പോകാനൊരു സമയം, പുറത്തു വരാനൊരു സമയം, ജയിലിലിട്ടവനെ ജയിലിടാനൊരു സമയം. ദൂതം. ഹല്ലേലൂയ.